ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BTG ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാപ്പി ക്രിസ്മസ് ആണ്. യേശു ക്രിസ്തു ജനിച്ച ദിവസം എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഞാനൊരു എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഓർഡർ ഫ്ലോ ചില സത്യങ്ങളെന്ന് പറഞ്ഞ എൻ്റെ എപ്പിസോഡ് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ എന്താണ് ഓർഡർ ഫ്ലോ? പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഓർഡർ ഫ്ലോ, എന്താണ് ഫുട് പ്രിന്റ്? ഈ ഓർഡർ ഫ്ലോ, ഫുട് പ്രിന്റ് എന്നൊക്കെ പറയുന്നതെല്ലാം ഒരൊറ്റ വാക്കാണ്. സെയിം സാധനമാണ്. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫുട് പ്രിന്റ് ആണ്, ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഫ്ലോ ആണ്. സോ ആൾക്കാർ പല പേരിൽ പറയും, സംഗതിയല്ല, ഒന്നാണ്. സോ എന്താണ് ഓർഡർ ഫ്ലോ? പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്ന ഒരേ ഒരു ആൻസർ അത് മാത്രമേ ഉള്ളൂ. എക്സ്റേ ഓഫ് എ ക്യാൻഡിൽ. എന്താണ്? ഒരു ക്യാൻഡിലിൻ്റെ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ചുമയായിട്ട് നമ്മൾ ഡോക്ടറെ അന്വേഷിച്ച് പോകുമ്പോൾ ഡോക്ടർ എന്ന് പറയും നമുക്ക് കഫക്കെട്ടുണ്ടാവും, നമ്മൾ നെഞ്ചിലിങ്ങനെ ഭയങ്കര ചുമയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് കഫക്കെട്ട് വരുന്ന സമയത്ത് ഡോക്ടർ പറയും പോയി ഒരു എക്സ്റേ എടുത്തിട്ട് വാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കും. ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് നമുക്ക് എത്രമാത്രം കഫം ഉണ്ടെന്നൊക്കെ അവർക്ക് നോക്കി അവർക്ക് ഡിസൈഡ് ചെയ്യാം. സെയിം അതേപോലെയാണ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാൻഡിലിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും നമുക്ക്. അതിനെയാണ് ഓർഡർ ഫ്ലോ അഥവാ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. സോ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഒരു ക്യാൻഡിൽ ചുവപ്പ് നമ്മളിപ്പോൾ ഈ ക്യാൻഡിൽ നിങ്ങൾ ഇന്നലെ 2:30 മണിക്ക് വന്ന 2:15 മണിക്കുള്ള ഈ 15 മിനിറ്റ് ക്യാൻഡിലിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്യാൻഡിൽ നോക്കും, ഈ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ക്യാൻഡിലിൻ്റെ കളർ എന്താണ്? ഈ ക്യാൻഡിലിൻ്റെ കളർ നമ്മുടെ മനസ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എന്താണ്? റെഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻഡിൽ കാണുന്ന ഒരാളാണ് എന്ത് വിചാരിക്കും? സോ റെഡ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ ബെയറിഷ് ആണ്. അതുകൊണ്ട് അതിൽ സെല്ലറായാണ് ആ ക്യാൻഡിൽ ആ സെല്ലർ വന്ന ക്യാൻഡിൽ എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ക്യാൻഡിൽ എടുത്ത് നോക്ക്, ഈ ക്യാൻഡിൽ റെഡാണ്. പക്ഷേ ക്യാൻഡിലിനകത്തുള്ള ഡെൽറ്റ എത്രയാണ്? 11,319 ലോട്ട് നിഫ്റ്റിയിൽ ട്രേഡ് നടന്നിട്ടുണ്ട്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 363 ഒരു നെറ്റ് ബയേഴ്സാണ്. സോ നമ്മുടെ ആ ഒരു ക്യാൻഡിലിൻ്റെ കളറ് വച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഇവിടെ തെറ്റായില്ലേ? ആ ഒരു കാര്യം ഇവിടെ നമുക്ക് തെറ്റായിട്ട് വന്നിട്ടില്ലേ? സോ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെൽറ്റയും കോട്ടും. ഡെൽറ്റ അഥവാ കോട്ട് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോസ് എൻ്റെ പ്ലേലിസ്റ്റായ ഓർഡർ ഫ്ലോയ്ക്കകത്ത് വ്യക്തമായ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് നോക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ FISO വലിയ ബിഗർ ട്രേഡേഴ്സിൻ്റെ പ്രസൻസോ ഉണ്ടെങ്കിൽ ഓരോ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഓർഡർ ഫ്ലോയ്ക്കകത്ത് മിനിമം ഒരു 17,000 തൊട്ട് 18,000 ലോട്ടിൻ്റെ ട്രേഡിങ് നടക്കണം. ഒന്ന് നിഫ്റ്റിക്കാണ്. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ മിനിമം 10,000 ക്വാണ്ടിറ്റി 10,000 ലോട്ട് ട്രേഡ് നടന്നെങ്കിൽ മാത്രമേ ആ ഒരു ക്യാൻഡിൽ ഒരു സഫീഷ്യൻ്റായ വോളിയമുള്ള ക്യാൻഡിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്, നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി നോക്കുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് കാണുമ്പോൾ റെഡ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കും നിങ്ങൾ, ഈ ക്യാൻഡിൽ ഇന്നലെ നിഫ്റ്റിയുടെ ലാസ്റ്റ് മിനിറ്റ് മുമ്പേയുള്ള 3 മണി 3:15 ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. 3:15 അവസാനിച്ച ഈ ക്യാൻഡിൽ ഇവിടെ റെഡ് കാണിച്ചു. അതേസമയം നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ആ ക്യാൻഡിൽ റെഡ് കാണിച്ചതിൽ കോട്ടും ഓർഡർ ഫ്ലോയിലെ ഡെൽറ്റ എല്ലാം പ്ലസ് ആണ്. സോ നമ്മൾ ആ ക്യാൻഡിൽ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂസ് ഇതിൽ മാറി കിട്ടൂലേ? സോ എന്തുകൊണ്ട് ഓർഡർ ഫ്ലോ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യും. ഇതിനകത്ത് എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട്, അഥവാ ഈ ക്യാൻഡിലിൻ്റെ കളർ വച്ചുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇൻസൈഡ് ദ ക്യാൻഡിൽ ബയറാണോ സെല്ലറാണോ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഒരു എക്സ്റേ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അർത്ഥം. സോ ഓർഡർ ഫ്ലോയുടെ ഉപയോഗം എന്താണ്? ചില ഉപയോഗങ്ങൾ, ട്രേഡിങ് സ്മൂത്തായിട്ട് നോക്കാം. നമ്മുടെ റിസ്ക്, ഫോർ എക്സാമ്പിൾ 15,000 ക്വാണ്ടിറ്റി ഇല്ലാത്ത ഒരു വലിയൊരു ബിഗർ ബൈ കാണുന്നു. നമ്മുടെ നിഫ്റ്റിയുടെ യൂഷ്വൽ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടത് എത്രയാണ്? ഒരു 17,500 തൊട്ട് 18,000 ലോട്ടാണ് വോളിയം ചെയ്യേണ്ടത്. ഈ ക്യാൻഡിലിൽ ഇവിടെ വോളിയം ഉണ്ട് 7,200 ക്വാണ്ടിറ്റിയെ വോളിയം ഉള്ളൂ. ഇവിടെ നമ്മൾ പറയും നല്ല ബൈയിങ് ഉണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ബിഗർ ബൈ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ക്വാണ്ടിറ്റി എടുക്കുമോ, നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കുമോ? നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഫ്ലോ നിങ്ങളെ സഹായിക്കും. അവിടെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എത്ര ക്വാണ്ടിറ്റി എടുക്കണം. സെക്കൻഡറി, കളർ ഓഫ് എ ക്യാൻഡിൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓർഡർ ഫ്ലോ വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ചുവന്ന ക്യാൻഡിലിനകത്ത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും പോലെ എല്ലാ ചുവന്ന ക്യാൻഡിലും സെല്ലല്ല, എല്ലാ പച്ച ക്യാൻഡിലും ബൈയുമല്ല. ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരും. മൂന്നാമത്, നിങ്ങൾക്ക് വ്യക്തമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസും ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സും ഹ്യൂജ് വോളിയവും എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഓർഡർ ഫ്ലോ. സോ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓർഡർ ഫ്ലോ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.